മോർണിംഗ്. അപ്പം ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര റോസ് മലയിലേക്കാണ്. ഇപ്പം സമയം 4:30 മണി. വെളുപ്പിന് 4:30 മണിയാണ്. നല്ല മഴയാണ്. അപ്പം നമുക്ക് യാത്ര രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഞാൻ എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഇട്ടിട്ട് ഉറക്കിണിട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ഇത് ഫ്രഷായി റൈഡിങ് ജാക്കറ്റായി ഇട്ട് ഒന്ന് സെറ്റായിട്ട് വരാം. അപ്പം നമ്മൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് പ്രോപ്പറായി. അപ്പം നമുക്കിനിയിപ്പം പയ്യെ നമുക്ക് വിടാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മളൊരു 110 കിലോമീറ്ററോളം അങ്ങോട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂറിനകത്ത് എടുക്കും. മഴയൊക്കെ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല റോഡ് കണ്ടീഷൻ. എന്തായാലും നമുക്ക് പോകുന്ന കാഴ്ചകളെ കണ്ട് നമുക്ക് പോവാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. നമ്മളെപ്പോഴും മണി ട്രിപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. 5:15 നമ്മളിന്ന് ഇന്നലെ എയറൊക്കെ അടിച്ച് മോട്ടറിന്റെ ലൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഇന്നലെ അപ്ലൈ ചെയ്ത് ഈ ട്രിപ്പ് പോയിട്ട് എൻ്റെ വണ്ടി 49,000 കടന്ന് 50,000 എത്തും. ചെറിയ വിൻ നോയ്സും ഒക്കെ ഉണ്ടാവും. അതുൽ ചന്ദ്രനും അവന്റെ ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് ഇത് നമ്മുടെ നെടുമങ്ങാട് വഴിയാണ് പോകുന്നത്. നെടുമങ്ങാട് വഴി തെന്മല. അവിടുന്ന് തെന്മല അച്ചൻകോവിൽ കയറും. അവിടുന്ന് പിന്നെ അങ്ങനെയാണ് റോസ്മല പോകുന്നത്. റോസ്മല ഓപ്പൺ ആണെന്നാണ് തോന്നുന്നത്. കാരണം റോസ്മലയ്ക്ക് അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ വരാൻ ചാൻസ് കുറവാണ്. തക്കിയാട് നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉള്ളതുകൊണ്ട് റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ടാർ ചെയ്ത് കംപ്ലീറ്റ് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തീരുമെന്ന് ദൈവത്തിനറിയാം. അതിനും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരത് പെട്രോളിയമാണ്. ഭാരത് പെട്രോളിയം ഇവിടെ നിന്നാണ് എപ്പോഴും നമ്മൾ പെട്രോൾ അടിക്കുന്നത്. വണ്ടിയൊക്കെ സെറ്റാണ് രാവിലെ പോകാനായിട്ടുള്ള. നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സമയം 5:20 നമുക്ക് ട്രിപ്പ് പോകുന്നതായിരിക്കും. ഹായ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5:20 ആയപ്പോഴാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൈക്ക് പണി തന്നു ഗൈസ്. ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ വരുമായിരുന്നു. എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഡൗട്ട് തോന്നി. ഞാൻ പെട്രോൾ അടിച്ചിട്ട് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും മൈക്ക് കംപ്ലൈൻ്റ് ആണ്. ജസ്റ്റ് ഒരു വിൻ നോയ്സും ഭയങ്കര സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്താലും ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാനിത് ഓഡിയോ റെക്കോർഡ് ചെയ്യണം. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മളിപ്പം പാളയം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. അതുവഴി പോകാൻ പറ്റത്തുള്ളൂ. നെടുമങ്ങാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് തൈക്കാടാണ്. അപ്പോൾ തൈക്കാടെന്ന് എളുപ്പ വഴി ഈ റൂട്ടാണ്. അപ്പോൾ നമ്മൾ CSI ചർച്ച് വഴി മ്യൂസിയം രാവിലെ അതിമനോഹരമായി ആണ് ഗൈസ് ഈ രാവിലത്തെ യാത്ര. നല്ല തണുപ്പും പിന്നെ മഴയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രാവിലെ ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു. ചെറിയ ചാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും കുറച്ച് കഴിയുമ്പോൾ മാറി. ഇതുവഴി ഭയങ്കര രസമാണ് ഗൈസ് രാവിലെ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. നേരെ പോയ പൊന്മുടി ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. തെന്മല പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടിയാണ് പോകേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ നേരെ പൊന്മുടിയിലേക്ക് തെന്മലയിലേക്ക് ഗൈസ് ഞാനങ്ങനെ ഇടയ്ക്ക്
ഞാൻ മൈക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ട്, വർക്കാവുന്നുണ്ടോ, ഓക്കെ ആയോ എന്നൊക്കെ. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മൈക്ക് ഞാനത് എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ ഹെൽമെറ്റിൽ ഇൻസുലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ അതുൽ നന്ദുവിൻ്റെ ചേട്ടനായ അഭയചന്ദ്രനാണ് ഫ്രണ്ടിൽ പോകുന്നത് എക്സ്പ്രസ്സിൽ. അപ്പോൾ നമ്മളിപ്പം നെടുമങ്ങാട് കഴിഞ്ഞ് നമ്മൾ ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇടത്തോട്ട് വേണം തെന്മലയിലോട്ട് പോകാൻ. അപ്പം അത് അവിടെ നിന്നൊരു ഏകദേശം ഒരു 10-60 കിലോമീറ്ററോളം ഉണ്ട് റോസുമലയിലോട്ട്. ഇത് തെങ്കാശി റൂട്ടാണ്, മെയിൻ തെങ്കാശി റൂട്ടാണ്, നമ്മുടെ KSRTC റൂട്ടാണ്. ഇതുവഴിയാണ് KSRTC തെങ്കാശിയിലോട്ടൊക്കെ പോകുന്നത്. അപ്പം വളരെ മനോഹരമായിരുന്നു ഗൈസ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ 7 മണിക്ക് അടുപ്പിച്ചു, 6:45 7 മണിയോട് അടുപ്പിച്ചാണ് എത്തിയത്. അപ്പോൾ ഇതുവഴി ഭയങ്കര രസമായിരുന്നു ഗൈസ്. രാവിലെ നല്ല മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. പക്ഷേ നമ്മൾ വളരെ മനോഹരമായിട്ട് ഇതുവഴി വണ്ടി ഓടിച്ച് പോയി. നല്ല എയർപിന്നും ഇതുവഴിയുള്ള റോഡ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും മനോഹരമായ റോഡാണ്. വളരെ മെയിൻറ്റെയിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ആൾക്കാരുടെ തിരക്കോ അങ്ങനെ ഒന്നുമില്ല, വണ്ടികളുടെ തിരക്കോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സുഗമമായിട്ട് തന്നെ പോയിട്ട് വരാനായിട്ട് പറ്റി ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇടത്തോട്ട് ഡീവിയേറ്റ് ചെയ്തായിരുന്നു. ജസ്റ്റ് വലത്തോട്ടാണ്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ കാരറ്റ് എന്ന് പറഞ്ഞൊരു റോഡ് ജസ്റ്റ് ഇടത്തോട്ട് കണ്ട്, കാരറ്റ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത് നേരെ പോയപ്പോൾ വളരെ മനോഹരമായ ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു റോഡിൽ കൂടെയാണ് പോയത്. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് തെന്മല പോകാൻ പറ്റുമോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും. താങ്കൾക്ക് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. അതെ, ഈ റോഡൊക്കെ ഉണ്ട്, ഫുൾ എക്കോ ഫ്രണ്ട്ലി ഉള്ള ഒരുപാട് മരങ്ങളും ഇങ്ങനെ കാണാം. സോ അത് പ്ലസ് ബൈക്ക് റൈഡ് കൂടി എക്സ്പീരിയൻസ് തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഇവിടെ കാണാം, വളരെ മലനിര കാണാം. ഈ റൂട്ട് നിങ്ങൾ വരുന്നെങ്കിൽ ഈ സമയത്ത് വരാൻ ശ്രമിക്കുക. കുറച്ച് മഴ നനയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പനി പിടിക്കും, അങ്ങനെ വീട്ടിൽ കിടക്കാമെന്നുള്ള ഒരു മനസ്സാണെങ്കിൽ വരാതിരിക്കുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വെർത്തിട്ടാണ് ഗൈസ്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്ലൈമറ്റ് ഒന്ന്, പിന്നെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ പച്ചപ്പെല്ലാം നിറഞ്ഞ സ്ഥലത്തൂടെ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര രസമാണ് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം അത് അബ്സോർവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്നാലും നോക്കുമ്പോൾ ക്യാമറയിൽ നമ്മൾ റിയലായി വെച്ച് നോക്കുമ്പോൾ അതിൽ വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പം തെന്മല ലക്ഷ്യമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ സമയത്ത് വന്നത് ഭയങ്കരമായിട്ട് വെർത്തിട്ടായി. കാരണം റോഡും പക്ഷേ സ്ലിപ്പറിയാണ് റോഡ്. നിങ്ങൾ ബൈക്കിൽ വരുമ്പോൾ അത്ര സൂക്ഷിച്ച് തന്നെ വരിക, കാരണം റോഡ് അത്യാവശ്യം സ്ലിപ്പറിയാണ്. നമ്മൾ ടയർ കണ്ടീഷനൊക്കെ നോക്കി റൈഡിങ് ഗിയേഴ്സൊക്കെ ഉപയോഗിച്ച് വരിക. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ്, കാരണം നല്ല വളവും തിരിവൊക്കെ ഉള്ള റോഡാണ്. പിന്നെ KSRTC റോഡാണ്. നമ്മൾ KSRTC ബിഹേവിയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വരേണ്ടത്. കാരണം ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ഓവർടേക്ക് ചെയ്യുക. കാരണം വളവും തിരിവൊക്കെ ഉള്ള റൂട്ടാണ്. പിന്നെ അത് മാത്രമല്ല നല്ല സ്ലിപ്പറിയാണ്. നമുക്ക് റൺ ഓഫ് ഏരിയ വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് വരിക ഗൈസ്. ഗൈസ്, കുറച്ച് ദൂരം നമ്മളിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കാർമേഘമൊക്കെ നന്നായിട്ട് ഇരുണ്ട് നല്ല അടിപൊളി മഴ പെയ്തിരുന്നു ഗൈസ്. അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് മഴ കിട്ടിയുള്ളൂ, പക്ഷേ ആ 5 മിനിറ്റ് മഴ തകർത്ത് പെയ്യുമായിരുന്നു. നമുക്ക് വളരെയധികം അത് എൻജോയ് ചെയ്തു ആ മഴ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ കുളത്തൂപ്പുഴ കഴിഞ്ഞു, നമ്മൾ ഫ്രണ്ടിലോട്ട് തെന്മല ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ്.
ഗൈസ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മരം ലൈവായിട്ട് ഒടിഞ്ഞു വീണതാണ് ഗൈസ്. നമ്മൾ തലനാരി എഴുക്കാണ് രക്ഷപ്പെട്ടത്. അതെ ഗൈസ്, തലനാരി എഴുക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരം വീണത്. നമ്മൾ തലനാരി ഇരിക്കുകയാണ് ഈ മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മൾ ദൂരം നിന്ന് നോക്കുമ്പോൾ മരം ആനെ കാണുന്നുണ്ടാടെ. ആനയല്ല ഗൈസ്, ചന്ദ്രനാണ്. ഗൈസ് അങ്ങനെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് നമ്മൾ തെന്മലയിലോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റായിട്ട് എനിക്ക് അറിയിക്കുക. എന്തുണ്ടെങ്കിലും അറിയിക്കുക ഗൈസ്. ഞാനൊരു ന്യൂബിയാണ് ഈ കാര്യത്തിൽ. കാരണം എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് കണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാകുന്നത്. അവരിതേപോലെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കളഞ്ഞിട്ട് പോകും. പക്ഷേ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു കാര്യം ഇത് ചെയ്യുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡാമിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. തെന്മല ഡാം തെന്മല ഡാം നല്ല കറുത്ത് ഇറക്കുകയാണ്. വെള്ളമൊന്നും കൊള്ളൂല. അപ്പേച്ചന്ദ്രൻ എന്തിനോ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കിനി റോസമല എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ തെന്മലയിലെത്തിയിരിക്കുകയാണ്. തെന്മല തണുപ്പൊന്നുമില്ല ഗൈസ്, പക്ഷേ നല്ല കാലാവസ്ഥയാണ്. നല്ല കാറ്റുണ്ട്. ഗൈസ് നമ്മളിപ്പം തെന്മല കഴിഞ്ഞ് നമ്മളിപ്പോൾ തെങ്കാശി പോകുന്ന റൂട്ട് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്കിവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണാം ഗൈസ്. നമുക്കൊരു 2 ടണൽ വഴി ട്രെയിൻ പോകുന്നൊരു പാത, നമുക്ക് റെയിൽവേ പാത കാണാൻ പറ്റും. അത് വളരെ മനോഹരമായ ഒരു റെയിൽവേ ട്രാക്കാണ്. ഈ മഴ സമയത്ത് ഇതുവഴി ട്രെയിൻ പോകുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങൾ ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ ഇറങ്ങി നോക്കുക ഗൈസ്. കാരണം ഇതിൻ്റെ അപ്പുറത്തൊരു സ്പോട്ടുണ്ട്. അവിടെ ഒരു ടണൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് 2 ടണൽ നമുക്ക് സെൻട്രൽ പോയിന്റിൽ നിന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതുവഴി ട്രെയിൻ പോകുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ്. നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വേണം പോകാൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പയ്യെ നടന്നു വന്നാൽ മതി ഗൈസ്. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ഇവിടെ നമുക്ക് 2 ടണൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ടണലുണ്ട്, പിന്നെ ഇവിടെ ഒരു ടണലുള്ളൂ. ഇതിൻ്റെ അകത്തൂടെ ട്രെയിൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. ഗൈസ് റോസ്മല എത്തി. പക്ഷേ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, ചാർജ് എല്ലാം തീർന്നു. നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാനിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ട് വരികയാണ് ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എർത്തുപുഴ എത്തിയപ്പോൾ നമ്മൾ തമ്പാനൂരിൽ നിന്ന് വാഗമൺ വഴി കട്ടപ്പന പോകുന്നൊരു KSRTC ബസ് കണ്ടു. ഇതിൽ നമുക്ക് രാവിലെ 7 മണിക്ക് 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ് തമ്പാനൂരിൽ നിന്ന്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പനയിലോട്ട് പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് KSRTC ബസ്സിലിരുന്ന് പോകാനായിട്ട് പറ്റും ഗൈസ്. ഞാൻ എൻ്റെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ആക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. Hey guys, welcome to your new episode. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഏതായാലും നിമിഷത്തിൽ ഞാൻ കാണിച്ചു. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകുന്നത് ജസ്റ്റ് അറിയാമെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വേറൊരിടത്തുമല്ല, തെന്മല വഴി റോസ്മലയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്കപ്പം നമ്മുടെ യാത്രയിലോട്ട് കിടക്കാം.